MA ബേബിയോട് പോയി ചോദിക്കൂ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ ഇരുന്നിട്ടുണ്ടോയെന്ന്. ജീവിച്ചിരിപ്പുണ്ടല്ലോ. കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുകയാണ് തൃശൂർ മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി. ഇനിയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഗോപിയാശാനെ വീണ്ടും കാണാൻ ശ്രമിക്കുമെന്നതാണ് സുരേഷ് ഗോപിയുടെ മറുപടി. MA ബേബിയുടെ വിമർശനങ്ങളോടും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, ഒരു കലാകാരന് മേലെ രാഷ്ട്രീയ അലീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രീയ ചായ്വ് അല്ലെങ്കിൽ അടിയുറച്ച ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ, എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം. അത് അദ്ദേഹം നിർവഹിച്ചു, അത് ചെയ്തോട്ടെ, അതിനെന്താ? ഇനി കാണാൻ പോകുന്നുണ്ടോ ആളെ? അല്ല, അദ്ദേഹത്തിന് വൈമുഖ്യമൊന്നുമില്ല എങ്കിൽ അതിനും ഇതുപോലെ ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ, കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും. എനിക്ക് അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. അല്ല, ഞാൻ അവഗണനയായിട്ട് എടുക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയ ബാധ്യതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്നോടുള്ള അവഗണനയല്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തിനോട് പോയി ചോദിക്കുക. ആ സ്നേഹം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതവരുടെ രാഷ്ട്രീയ ബാധ്യത മാത്രമാണ്. താനൊരു മുൻ SFI പ്രവർത്തകൻ ആയിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താനൊരു മുൻ SFIക്കാരനാണെന്ന് CPM നേതാവ് MA ബേബിക്ക് അറിയാം. ഇക്കാര്യം ബേബിയോട് തന്നെ ചോദിക്കൂ. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുവെന്നും നടൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. ഇതുകൂടാതെ K കരുണാകരന്റെ സ്മൃതി കുടീരം സന്ദർശിക്കുന്ന കാര്യം നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി മറുപടി നൽകിയിരുന്നു. കരുണാകരനോട് നീതി കാണിച്ചോ എന്നത് കോൺഗ്രസ് പരിശോധിക്കേണ്ട കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബവുമായുള്ള ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇലക്ഷൻ അല്ലാത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഇല്ലേ? നിങ്ങളൊക്കെ കവർ ചെയ്തിട്ടില്ലേ? അത് ആ സ്നേഹം തന്നെയാണ്. ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീല കുടുംബത്തിനോട് ചോദിക്കൂ. കൃഷ്ണനായർ അങ്കിൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉടനെ ആൾക്കാർ പറയാം, അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് തന്നെ പറഞ്ഞു, ഞാൻ SFIക്കാരനാണെന്ന് പറഞ്ഞപ്പോഴും അന്ന് പറഞ്ഞു, ചോദിക്കേണ്ടത് കൊടിയേരിയെടുത്തും പിന്നെ ആരെടുത്തായിരുന്നു, നായനാർ, അവരെടുത്താണ് ചോദിക്കേണ്ടത്. അവർ രണ്ടുപേരും മരിച്ചല്ലോ, ഇനി ചോദിക്കേണ്ടല്ലോ. MA ബേബിയോട് പോയി ചോദിക്കൂ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ ഇരുന്നിട്ടുണ്ടോയെന്ന്. ജീവിച്ചിരിപ്പുണ്ടല്ലോ, പോയി ചോദിക്കൂ. അല്ല, അത് എല്ലാവർക്കും സ്വീകാര്യമാവണം. ഞാനങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്ന ആളല്ല. അത് എൻ്റെ നേതാക്കൾ പറയട്ടെ. എൻ്റെ നേതാക്കൾ ആരാണെന്ന് അറിയാമല്ലോ, അവർ പറയട്ടെ. ആ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. മഹാനായ ഒരു നേതാവാണ്, പൊയ്ക്കോളൂ എന്ന് അവർ പറയട്ടെ, ഞാൻ കേൾക്കാം. ഗോപിയാശാൻ തന്നെ സ്വീകരിക്കാത്തത് അവരുടെ രാഷ്ട്രീയ ബാധ്യതയായതുകൊണ്ടാണ്. ഒരിക്കലും അത് അവഗണനയല്ല. തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഹൃദയത്തോട് ചോദിക്കണം. ആ സ്നേഹം താൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെ കലാമണ്ഡലം ഗോപിയുടെ മകൻ സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു പ്രമുഖ ഡോക്ടർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപി പിതാവിനെ കാണാൻ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിളിച്ച ഡോക്ടർ പിതാവിന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ചോദിച്ചതായും കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ആരോപിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയത്. ഇതിന് പിന്നാലെ നിരവധി നേതാക്കൾ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതിൽ മുതിർന്ന CPM നേതാവ് MA ബേബിയും ഉണ്ടായിരുന്നു. കലാകാരന്റെ യഥാർത്ഥ മനസ്സുള്ള ഒരാൾക്ക് രാജ്യത്തെ എല്ലാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മറയിട്ട അധമ രാഷ്ട്രീയത്തിനു വേണ്ടി നിലകൊള്ളാൻ കഴിയില്ല എന്നും വർഗീയ രാഷ്ട്രീയത്തിനൊപ്പം നിലനിൽക്കുന്നതിനാലാണ് സുരേഷ് ഗോപി ചെയ്തതെല്ലാം ആളുകളെ ചിരിപ്പിക്കുന്ന കോമാളിത്തരമായി മാറുന്നതെന്നും ബേബി പറഞ്ഞു. ഇതിനോടാണ് ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. യോഗ്യമെന്ന് തോന്നുന്നത് വ്യക്തികൾ ചെയ്യും. ആ വ്യക്തികളുടെ ബലത്തിലായിരിക്കണം ഞാൻ ജയിക്കുന്നത്. അല്ല, അതൊക്കെ നിങ്ങൾ അവിടെ പോയി അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കും. അങ്ങനെയുള്ള ഈ
പോസ്റ്റ്, ഫേക്ക് പോസ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ കടിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ സുരേഷ് ഗോപി എന്ന പാർലമെൻറ്റിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ഫീൽഡ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ് എന്താണെന്ന് പരിശോധിക്കൂ. ആ കാൻഡിഡേറ്റിന് എന്താണ് ജനസമ്മതി നേടിക്കഴിഞ്ഞാൽ എന്താണ് ആ ജനസമക്ഷം മുന്നോട്ട് വയ്ക്കാനുള്ള വാഗ്ദാനങ്ങളല്ല, ഉറപ്പുകൾ. അത് ഇതിനു മുമ്പ് അതുപോലെയുള്ള ഉറപ്പുകൾ പരിഗണിക്കപ്പെട്ടോ?